ഇന്നലെ റിലീസായ മലയാള സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഏത് സിനിമയ്ക്കാണ് ആദ്യം പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അതായത് ബ്രൊമാൻസ്, ദാവീദ്, പൈങ്കിളി എന്നീ സിനിമകൾക്കാണോ, അല്ലെങ്കിൽ ഈ സിനിമകളുടെ കൂടെ ഇറങ്ങി വേറെ ഏതെങ്കിലും മലയാള സിനിമകൾക്കാണോ? അങ്ങനെ ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പത്തിനിടയ്ക്ക് ഞാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, നേരെ പോയി ഛാവ എന്ന ഹിന്ദി സിനിമ കണ്ടു. ഛാവ എന്ന പേരിൽ തന്നെയുള്ള ഒരു മറാത്തി നോവലിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ഒരു സിനിമ. ഛാവ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം സിംഹക്കുട്ടി എന്നാണ്. ഇനി നമ്മൾ ഈ മറാത്ത സാമ്രാജ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേര് ഛത്രപതി ശിവാജി മഹാരാജ് എന്നുള്ളതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ സംഭാജി മഹാരാജാവിൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് നിമിഷങ്ങളും അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ കോർത്തിണക്കിയാണ് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. സിനിമ ആരംഭിക്കുന്നത് അജയ് ദേവ്ഗണിൻ്റെ ഒരു വോയിസ് ഓവറിലൂടെയാണ്. പ്രധാനമായും 16-ാം നൂറ്റാണ്ടിലെ മറാത്ത സാമ്രാജ്യവും മുഗൾ സാമ്രാജ്യവും തമ്മിലുള്ള ഒരു ഫൈറ്റും എങ്ങനെയാണ് ഛത്രപതി ശിവാജി മഹാരാജ് എന്നുള്ളൊരു വ്യക്തി മറാത്ത സാമ്രാജ്യത്തിനെ നെടുന്തൂണായി പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നതെന്നും എങ്ങനെയാണ് അദ്ദേഹം ഒരു തലവേദനയായിട്ട് തന്നെ എപ്പോഴും മുഗൾ സാമ്രാജ്യത്തിന് നിലനിന്നിരുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞു പോകുന്നത്. അതിനുശേഷം സിനിമ ആരംഭിക്കുന്നത് തന്നെ ഇദ്ദേഹം നാട് നീങ്ങി എന്നുള്ളൊരു വാർത്ത പല ദിക്കിലേക്കും പരക്കുന്നതായിട്ടാണ്. അപ്പോൾ ഈ ഒരു വാർത്ത മുഗൾ ക്യാമ്പുകളിലേക്കും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം കൊള്ളുന്നത് അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും കാലം നമ്മൾക്ക് തലവേദനയായി നിന്ന വ്യക്തി ഇനിയില്ലല്ലോ, അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ അവരെ അറ്റാക്ക് ചെയ്ത് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ തന്നെ ഒരു നാട്ടുരാജ്യത്തേക്ക് പെട്ടെന്ന് മറാത്ത സേനയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ആ ഒരു വാർ സീക്വൻസിലാണ് നമ്മുടെ കഥാനായകനായ സംഭാജി മഹാരാജാവ്, വിക്കി കൗശലാണ് ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു സീനിൽ വന്നു പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇദ്ദേഹം എങ്ങനെയാണ് തൻ്റെ അച്ഛൻ്റെ ലെഗസി, അപ്പച്ചീസ് ലെഗസി എന്നൊക്കെ പറയുന്ന പോലെ അച്ഛൻ്റെ ലെഗസി എങ്ങനെയാണ് ഇദ്ദേഹം പിന്തുടർന്ന് പോരുന്നത് എന്നാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കൂടുതലായിട്ടും കാണിക്കുന്നത്. അതായത് അംഗബലത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സേനയെക്കാളും വളരെ എണ്ണത്തിൽ കുറവാണ് മറാത്ത സാമ്രാജ്യത്തിനുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടെ വ്യത്യസ്തമായ ടാക്ടിക്സുകൾ കൊണ്ട് എങ്ങനെയാണ് ഇവരെ നേരിട്ടിരുന്നത്, ഇവരെങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ ഫസ്റ്റ് ഹാഫിലുടനീളം പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം തന്നെ ചതി, വഞ്ചന എന്നീ കാര്യങ്ങളും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഗൂസ് ബംസ് മൊമെൻറ്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സീനുകളിൽ എന്നാൽ അത് അവർ തരാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ പല തരത്തിലുള്ള ഒരു അറ്റാക്കുകൾ ഇവർ നടത്തുന്നുണ്ട്. അതായത് ഗൊറില്ല അറ്റാക്ക് അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള വേറെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ളൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലുള്ള വാർ സീക്വൻസ് പോലെ അതങ്ങ് ആയി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് ഇതുപോലുള്ള പീരിയോഡിക് ഡ്രാമ സിനിമകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഇനി 16-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ കാണിക്കാവൂ എന്നുള്ളൊരു നിയമമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഒരു പ്രേക്ഷകനെ ഒന്ന് പിടിച്ചിരുത്തുന്ന രീതിയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കാമായിരുന്നു. ഉദാഹരണത്തിന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പല മ്യൂസിയങ്ങളും സന്ദർശിക്കുമ്പോഴത്തേക്കും അവർക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള ആയുധങ്ങളും പടച്ചട്ടകളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സിനിമയുടെ പല ഭാഗങ്ങളിലും ഇത് വെറും വാളും പരിചയം തമ്മിലുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് വളരെ കുറച്ച് ഭാഗത്താണ് അദ്ദേഹം ആയുധം മാറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു പ്ലെയിനായി പോയിരുന്നു. പക്ഷേ ഇമോഷണൽ കണക്ട് ഈ ഒരു സിനിമയുമായിക്ക് തുടക്കം മുതലേ കിട്ടുന്നവർക്കാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഇനി വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ മ്യൂസിക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് എ ആർ റഹ്മാനാണ്. അദ്ദേഹം തന്നെ ഒരു പാട്ടും ഇതിനകത്ത് പാടിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എന്തുകൊണ്ടോ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് തരാൻ കഴിഞ്ഞില്ല. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതലും ഈ ഒരു പോകുന്ന ഒരു ട്രാക്ക് പിന്നീട് അങ്ങോട്ട് മാറുന്നുണ്ട്. അതായത് സിനിമയുടെ അവസാനം എത്തുമ്പോഴേക്കും ഒരു 20-25 മിനിറ്റോളം പിന്നെ ഒരു ഇമോഷണൽ ട്രാക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ആൾക്കാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും തുടക്കത്തിൽ നമുക്ക് ആ ഒരു ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും പലർക്കും ആ ഒരു ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് സിനിമയിലുടനീളം ഒരു ഡൾ മൊമെൻറ്റ്സ് ആണ് എനിക്ക് സിനിമ സമ്മാനിച്ചത്. കാരണം നമ്മളൊരു അവസാനത്തേക്ക് വരുമ്പോൾ കുറേ കൂടെ ഒരു ഇമോഷണൽ മെലോ ഡ്രാമയാണെന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് നടന്നൊരു കാര്യമാണ്, 16-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു, ആ ഒരു യോദ്ധാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നത്, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമുക്ക് ഒരു സിനിമയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞു ഇതേപോലുള്ള പീരിയോഡിക് ഡ്രാമ സിനിമകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഇത് എന്തുകൊണ്ടോ ഒരു നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ആ ഒരു സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇനി സിനിമയുടെ അഭിനേതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു അവരുടെ പോർഷൻ ചെയ്തിട്ടുണ്ട്. വിക്കി കൗശാൽ, അതുപോലെ വിക്കി കൗശാൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യയായി തന്നെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി എത്തുന്ന രശ്മിക മന്ദാന വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ആവശ്യത്തിനും അനാവശ്യത്തിനും ട്രോൾ ചെയ്യപ്പെടുന്ന, സൈബർ ലിഞ്ചിങ് വിധേയമാവുന്ന ഒരു വ്യക്തി കൂടെയാണ് രശ്മിക മന്ദാന. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് അവരെ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന വിമർശനങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. അതിലൊരു വിമർശനം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയിൽ രശ്മിക മന്ദാന സൗത്ത് ഇന്ത്യൻ ആക്സെൻറ്റിലാണ് ഹിന്ദി സംസാരിക്കുന്നത്, മറാത്തി ആക്സെൻറ്റ് വരുന്നില്ല എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു ഭാഷയും ഇന്ന് നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഭാഷയും ഭാഷയുടെ വാക്കുകളും ശൈലിയും ഒക്കെ തീർച്ചയായിട്ടും വ്യത്യാസം വന്നിരിക്കും. ഈ സിനിമയിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ആരും ഒരു മറാത്തി ആക്സെൻറ്റ് സംസാരിക്കുന്നില്ല. അപ്പോൾ വിമർശിക്കുകയാണെങ്കിൽ എല്ലാവരെയും വിമർശനത്തിന്, ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച മറ്റുള്ളവരെയും, ഇപ്പോൾ അശുതോഷ് റാണയായിരുന്നാലും വിക്കി കൗശാലായിരുന്നാലും അവരും വിമർശനത്തിന് വിധേയരാവണം. കാരണം അവരും ഒരു മറാത്തി ആക്സെൻറ്റും ഈ ഒരു സിനിമയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വെറുതെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഉള്ള ചില പ്രതികരണങ്ങൾ മാത്രം ഇപ്പം തന്നെ വന്നു തുടങ്ങിയത് കണ്ടു. കൂടാതെ തന്നെ അക്ഷയ് ഖന്ന അവതരിപ്പിച്ച ഔറംഗസേബ് എന്ന കഥാപാത്രം, അദ്ദേഹം എത്ര ബ്രൂട്ടലാണെന്നുള്ളൊരു കാര്യം, അദ്ദേഹം ഭയങ്കര ക്രോധം, ഈ സിനിമയിൽ ഒരിടത്തും അദ്ദേഹം ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ എണീറ്റ് ചാടുകയോ അല്ലെങ്കിൽ ക്രോധത്തോടെ സംസാരിക്കുകയോ ഒന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റിലാണ്, ആ ഒരു മോഡിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ അദ്ദേഹം എത്രത്തോളം ബ്രൂട്ടലാണെന്ന് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, തൻ്റെ അച്ഛനായ ഷാജഹാനെ എങ്ങനെയാണ് താൻ തടവലാക്കിയത്, എത്ര വർഷം തടവലാക്കിയിരുന്നു, തൻ്റെ സ്വന്തം സഹോദരനെ അധികാരത്തിന് വേണ്ടിയിട്ട് കൊന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ബ്രൂട്ടാലിറ്റി അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെയാണ് ഈ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഒരു ഭീകരത പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കുറേ കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഈ ഒരു സിനിമയെ വൈകാരികമായി സമീപിച്ചു കഴിഞ്ഞാൽ, അതായത് സിനിമ പലർക്കും അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഛത്രപതി ശിവാജി മഹാരാജ് എന്ന് പറയുന്നത് ഒരു അതിവൈകാരികത സമ്മാനിക്കുന്ന ഒരു കഥാപാത്രമല്ല. എന്നാൽ നമ്മൾ ഇന്നത്തെ മറാത്ത സാമ്രാജ്യം അന്നത്തെ മറാത്ത സാമ്രാജ്യം നിലനിന്നിരുന്ന ഇന്നത്തെ പല ഭാഗങ്ങളിലും കൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭ കാണും. കാരണം അത് ആ ഒരു പേര് തന്നെ ആൾക്കാർ അതിവൈകാരികമായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിനിമയ്ക്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പല ഭാഗങ്ങളും ഒരു എന്താ പറയുക, ഒരു ഗൂസ് ബംസ് മൊമെൻറ്റ്സ് സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശിവാജി മഹാരാജ് എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ ഉടനീളം കാണിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം, അതായത് കുഞ്ഞായിരിക്കുന്ന സംഭാജി മഹാരാജാവിനോട് അദ്ദേഹം സംസാരിക്കുന്ന രീതിയിൽ കുറച്ച് രംഗങ്ങളുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ അതിവൈകാരികമായി ഈ ഒരു കഥാപാത്രത്തെ സമീപിക്കുന്നവർക്ക് തീർച്ചയായും കണക്റ്റായി പോകാൻ തന്നെ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വിശ്വാസപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു പ്രൊപ്പഗണ്ട സിനിമയല്ല. 16-ാം നൂറ്റാണ്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം. നമ്മുടെ മുമ്പിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അത് ഒരുപക്ഷെ ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഒരുപക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് വിശ്വാസപരമായി നിൽക്കുന്നവർക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ശ്ലോകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചാൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ സിനിമയിൽ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു വൈകാരികമായിട്ട് നമ്മളെ സമീപിക്കാൻ അല്ലെങ്കിൽ വൈകാരികമായിട്ട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അതുകൂടാതെ തന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സിനിമയുടെ അത് വല്ലാത്ത രീതിയിലുള്ള ഒരു രംഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ മാർക്കോ പോലുള്ള സിനിമകളെല്ലാം കണ്ടതുകൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഒരു ക്രൂരത നമുക്ക് അനുഭവിക്കണം എന്നില്ല. പക്ഷേ ഇതൊരു ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിരുന്നു എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആൾക്കാർക്ക് വല്ലാത്ത രീതിയിൽ, ഞാൻ പറഞ്ഞത് വൈകാരികമായി ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. പകരം ഇതൊരു ഫ്രഷ് സബ്ജക്റ്റായിട്ട് നമ്മൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഭയങ്കര രീതിയിലുള്ളൊരു ടെക്നിക്കൽ ക്വാളിറ്റീസോ അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക ഒരു വിഷ്വൽ ട്രീറ്റോ ഒന്നും സിനിമ സമ്മാനിക്കുന്നില്ല. എന്നാലും എടുത്തു പറയേണ്ടത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവരുടെ ഭാഗങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം
കാര്യം തന്നെയാണ്. എവിടെയൊക്കെ പറഞ്ഞ് കാട് കയറിയെന്ന് എനിക്കറിയാം. എന്താ ചെയ്യുക, പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കാട് കയറി പോവും. അപ്പോൾ നന്ദി.